ഹായ് ഹലോ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തന്നേയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു 1000 സബ്സ്ക്രൈബ് കൂട്ടാം എന്നുള്ളതാണ്. ഞാൻ കുറച്ച് ടിപ്സിലൂടെ എനിക്ക് എൻ്റെ ചാനൽ പെട്ടെന്ന് എനിക്ക് 1K ആയി. ആ ടിപ്സും അല്ലാതെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു 2 വീക്സിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ 1K ഫാമിലി ആക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം കണ്ടാൽ ചാനല് 2023 ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പ്രോപ്പറായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. 2024 ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. 2025 ജൂണൊക്കെ ആയപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റൊക്കെ വ്യൂസ് വളരെ കുറവെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 100, 200 അങ്ങനെയൊക്കെ താണ്ടി പോകും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സബ്സ്ക്രൈബ് ചില ദിവസം കയറത്തേ ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഒരവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി ഞാൻ 6 ഷോർട്സ് ഇടാൻ തുടങ്ങി. 6 ഷോർട്സ് ഡെയിലി ഇടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചാനൽ ഡെയിലി എനിക്ക് എന്ത് ചെയ്തു, 10 സബ്സ്ക്രൈബ്, 25 സബ്സ്ക്രൈബ്, ചില ഷോർട്സിനൊക്കെ എനിക്ക് 35 സബ്സ്ക്രൈബ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ ദിവസം ഡെയിലി എന്ത് ചെയ്തു, ഒരു 6-7 ഷോർട്സ്, ചില ദിവസം 10 ഷോർട്സ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു 8 മണി അല്ലെങ്കിൽ ഒരു 5 മണിക്ക് ഒരു ഷോർട്സ് ഇട്ട് ആ ഷോർട്സ് 1K ആയതിനു ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ഷോർട്സ് ഇടും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ആ ഒരു ഷോർട്സ് കയറി പോകാൻ നമുക്കൊരു ടൈം കൊടുക്കണം. ഒരു 1K 2 hours 3 hours ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഷോർട്സ് ഇടുക. ആ ഷോർട്സും 1K ആകുമ്പോൾ നമുക്ക് അതിൽ അറിയാൻ പറ്റും നമുക്ക് എത്ര സബ്സ്ക്രൈബ് അതിലേക്ക് കയറി. അപ്പോൾ നമുക്ക് താനേ നമ്മുടെ സബ്സ്ക്രൈബർക്ക് കയറുന്നത് കാണാം. എനിക്ക് നടന്നതാണ്, ഒറിജിനലാണ് കേട്ടോ, റിയലായിട്ട് എനിക്ക് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എൻഗേജ് ആയിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് കയറും കേട്ടോ. നമ്മൾ മാക്സിമം നമ്മുടെ ചാനലിൽ എൻഗേജ് ആയി തന്നെ ഇരിക്കുക. നമ്മൾ എന്താ പറയുക, ഒരു ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബും കയറും, വ്യൂസും കയറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ചാനൽ എൻഗേജ് ആയി തന്നെ വയ്ക്കുക. അടുത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മൾ ചില യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും, ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ ആ പരിപാടിയൊന്നും മാക്സിമം ഫുള്ളായിട്ട് അങ്ങ് ഒഴിവാക്കുക. കാരണം ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കലായിട്ട് സ്പാം മെസ്സേജ് ആയിട്ടാണ് പോവുക. ആ മെസ്സേജ് യൂട്യൂബർ താനെ എന്ത് ചെയ്യും, നമ്മളെ ഇതിൽ നിന്ന് ഡിലീറ്റ് ആവുകയും നമ്മുടെ വീഡിയോസ് അവർ പ്രൊമോട്ട് ചെയ്യുകയില്ല. നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബർ തന്നെ നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം സബ്സ്ക്രൈബും വ്യൂസൊക്കെ നമുക്ക് കയറത്തുള്ളൂ. അപ്പോൾ ആ പരിപാടി അങ്ങ് നിർത്തുക. ആ പരിപാടി നിർത്തുക. ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബ് നമുക്ക് കിട്ടിയാൽ മാത്രമേ അത് നിലനിൽക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ കമൻറ്റ് വഴി അങ്ങനെയൊക്കെ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം, താനെ അൺസബ്സ്ക്രൈബ് ആയി പോവുകയും ചെയ്യും, നമ്മളിതിൽ നിലനിൽക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി മീൻസ് നമുക്കൊരു യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം വേണം. നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് നമുക്ക് ഡെയിലി കയറണം എന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി വീഡിയോ ഇടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബ് നമ്മളെ വീഡിയോ ശ്രദ്ധിക്കുകയും ഇയാൾ നല്ലൊരു ജെന്യൂൻ യൂട്യൂബർ ആണെന്ന് കണ്ടെത്തുകയും ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ വീഡിയോ യൂട്യൂബർ തന്നെ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സബ്സ്ക്രൈബ് അങ്ങനെയാണ് കിട്ടുക. നമ്മളിപ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ ചാനൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ യൂട്യൂബ് നമ്മളെപ്പോലെ തുടക്കക്കാരുടെ ചാനലൊക്കെ നമുക്ക് തന്നെ വരില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ വീഡിയോസ് എന്ത് ചെയ്ത പോലെ യൂട്യൂബ് തുടങ്ങുന്നവർക്ക് യൂട്യൂബർ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മളല്ല സെർച്ച് ചെയ്തെടുക്കുന്നതല്ലല്ലോ. അതേപോലെ നമ്മളെ വീഡിയോ എന്ത് ചെയ്യും, അവർക്കും കിട്ടും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെയിലി ഒരു വീഡിയോ എങ്കിലും നമ്മൾ ഇടുക. അപ്പോൾ ഒരു ടൈമുണ്ട്, ആ ടൈം അനുസരിച്ച് ഇടുക. നിങ്ങൾക്ക് തന്നെ അറിയാം ആ ടൈം, നമുക്ക് ഏത് ടൈമിലാണ് ആ വീഡിയോ കയറി പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാനാണെങ്കിൽ രാവിലെ ഒരു 8:30 ആ ടൈമിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ആ ഷോർട്സ് എന്ത് ചെയ്യും, അത്യാവശ്യം 1K കഴിഞ്ഞ്, ചിലപ്പോൾ ഒരു 8K, ചില വീഡിയോസ് ഒരു 45K ഒക്കെ എനിക്ക് കയറി പോകാറുണ്ട്. ആ ഒരു ടൈം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ആ ടൈമിൽ കയറി പോകുന്നത് ഒരു 12 മണി, ആ ടൈമിലൊക്കെ എനിക്ക് ഷോർട്സ് ഇട്ടാൽ എന്ത് ചെയ്യും, കയറി പോകാറുണ്ട്, അത്യാവശ്യം റീച്ചായി കയറി പോകാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ വീഡിയോസ് റീച്ചായി കയറി പോകുന്നതെന്ന് നോക്കുക. നമ്മുടെ വ്യൂസ് കണ്ടാൽ മാത്രമേ നമ്മളെ സബ്സ്ക്രൈബ് കയറത്തുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ എപ്പോഴും എൻഗേജ് ആയിരിക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് മെസ്സേജ് ഒക്കെ വരില്ലേ, കമൻ്റ് ഒക്കെ, ഹായ് കൊള്ളാം, സൂപ്പറാണ്, അടിപൊളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, അവർക്കൊട്ടൊരു റിപ്ലൈ കൊടുത്ത് നമ്മുടെ ചാനൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുക,
ഒരു എൻഗേജ് ആക്കി ഒരു എന്താ പറയുക നമ്മുടെ രീതിയിൽ നമ്മൾ എപ്പോഴും ആ ചാനലിലോട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആക്റ്റീവ് ആയിട്ടിരിക്കും തോറും നമ്മളെ ചാനൽ എന്ത് ചെയ്യും, ഹൈ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യത്തിനുള്ള സബ്സ്ക്രൈബർ നമുക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു 2 വീക്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, 1K സബ്സ്ക്രൈബ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു ഓൾ.